ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വയനാട്ടിൽ സംഭവിച്ച ആ സംഭവം നമ്മളെയൊക്കെ വളരെ വേദനയിലാക്കിയതാണ്, ഈ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിലൊക്കെ. എന്നാൽ ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു, നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളതായി വലിയൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ തോമസ് കൂടാമ്പള്ളം തനിക്ക് നടക്കാൻ ഇച്ചിരി പ്രയാസമുള്ളത് കൊണ്ട് അവിടെ എഴുന്നേറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും നല്ലവനുമായ യേശുവിനായി ഞങ്ങൾ നന്ദിയോടെ ഇതിനെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ വചനം ജീവൻ്റെ വചനമായതിനാൽ ആ ജീവൻ്റെ വചനത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്കിന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. താഴ്ന്നു നടക്കുന്ന സൺഡേ സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെയും ഭംഗിയായി ചെയ്യുവാൻ ദാവീദിന്റെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, അങ്ങയുടെ അദൃശ്യമാകുന്ന കരം ഇവിടേക്ക് നീട്ടുന്നതിനായി സ്തുതിക്കുന്നു. ശൗലേ, നീ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയമേപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അനേക പ്രശ്നങ്ങളിൽ കൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് സഹായിക്കണമേ. അമേരിക്കയിലുള്ള ഭരണഘടനം ഏറ്റവും പ്രശ്നമായിരിക്കുമ്പോഴും അവിടെയും ദൈവത്തിൻ്റെ കരമുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഇന്ന് രാവിലെ അങ്ങയുടെ വചനം സംസാരിക്കുവാൻ അങ്ങയുടെ ദാസനെ കർത്താവെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അവിടുത്തെ കരം വെച്ച് ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് തരുമാറാകണമേ, നല്ല പ്രബോധനങ്ങളെ ഞങ്ങൾക്ക് തരുമാറാകണമേ. അവിടുത്തെ അദൃശ്യമാകുന്ന കാര്യം രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എല്ലാ രോഗികളും മേലും ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മുടെ സമ്മാമയ്ക്കായും സാമിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്ന എല്ലാവർക്കെയും തീമത്തി പാർഷകായി എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങോട്ട് കൃപ ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിലയിലും നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാടുവാൻ വരുന്ന വ്യക്തികളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. പൊന്നപ്പച്ചൻ്റെ നാമത്തിൽ സകല കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ സഹോദരങ്ങളെ ലീഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അവർ പാടുന്നവർ അവർ പാടാനല്ല, നമ്മളെല്ലാവരും ചേർന്ന്, നിങ്ങളെല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ പകരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഈ രാവിലെ സമയം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ഹല്ലേലൂയ നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആദ്യമായിട്ട് നമ്മൾ പാടുന്നത് അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകെ, അങ്ങിലല്ലാതെ വേറെ ഇല്ലൻ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ എന്നുള്ളതായ പാട്ടാണ് നമ്മൾ പാടുന്നത്. നമ്മൾ പാടുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ പാട്ടിൻ്റെ ആ ആഴത്തിലേക്ക്, അതിൻ്റെ വരികളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് ആ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് ഹല്ലേലൂയ ഇറങ്ങിപ്പോയിട്ട് ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല. ഹല്ലേലൂയ. ആമേൻ. ഈ പകൽക്കാലം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന,
മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. എൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. 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 എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോൽ എന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന.
ഹാലേലുയ്യ. അടുത്ത ഗാനം നമ്മൾ പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളെ അടിച്ച് ആമീൻ ദൈവത്തെ നമുക്ക് ആരാധിച്ച് ഹാലേലുയ്യ നമുക്ക് പാടാം. ഹാലേലുയ്യ. ആമീൻ 121 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഹാലേലുയ്യ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും. ഹാലേലുയ്യ. ഈ പകൽക്കാലം നമ്മുടെ കണ്ണുകളെ നമുക്ക് ആ പർവ്വതങ്ങളിലേക്കൊന്ന് ഉയർത്താം. ആമീൻ. നമ്മൾ പാടുന്ന പാട്ട് ഹാലേലുയ്യ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നരുളു. ഹാലേലുയ്യ. ഹാലേലുയ്യ. നമുക്ക് ഹാലേലുയ്യ സഹായം വരുന്നത് ആ പർവ്വതത്തിൽ നിന്നാണ്. ഹാലേലുയ്യ. ആ പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി ഹാലേലുയ്യ ഏകാഗ്രതയോടെ ആമീൻ ദൈവഭക്തിയോടെ ഹാലേലുയ്യ നമ്മുടെ അരുമനാഥനെ നമുക്ക് പാടി ആരാധിക്കാം. ഹാലേലുയ്യ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ്യ. ഹാലേലുയ്യ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു
അതിഹേതുവായവൻ നീയേ ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളാകുന്നു പരാ ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളാകുന്നു പരാ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. Praise the Lord. Hallelujah. Hallelujah. ദൈവമക്കളെ, അനേക ആയിരങ്ങൾ ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്നു. അനേകർക്ക് കടന്നു വരാൻ കഴിയാത്തവരായ അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും ദൈവസന്നിധി വരുവാൻ നമുക്ക് കൃപ തന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എല്ലാവരും പ്രാർത്ഥനയോടെ നമ്മുടെ ഒരു ചിന്തകളും പതറിപ്പോകാതെ ദൈവസന്നിധിയിൽ ഏകാഗ്രമായിട്ട് ഇന്ന് രാവിലെ കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, അവിടുത്തെ ഹിതം എന്നെ അറിയിക്കണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾക്ക് വേണ്ടി ദൈവം അയച്ചു തരും. സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പാട്ട്, പ്രാർത്ഥന, സാക്ഷ്യങ്ങൾ, ദൂത് എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വം മാത്രമായിരിക്കണം. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരായ അനേകര് ഇന്നിവിടെ കടന്നു വരാൻ കഴിയാത്തവരായി മറ്റ് സ്ഥാനങ്ങളിൽ നിന്നായിരിക്കുന്നവരുണ്ട്, മറ്റു പട്ടണങ്ങളിൽ യാത്രയിലായിരിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വരുവാൻ കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മേജറായൊരു വർക്ക് നമ്മുടെ ഈ ചർച്ചിലെ ഹീറ്റിങ്ങിൻ്റെ വർക്ക് നമ്മുടെ തണുപ്പിന് മുമ്പാട് തീർക്കുവാൻ ചെയ്യുകയാണ്. ആ പണികളെല്ലാം ഭംഗിയായി തീർന്ന് നമുക്ക് അതെല്ലാം നന്നായിരിക്കാനും നമ്മുടെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കൂടിവരവ് എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കാൻ, കടന്നു വരാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കാൻ ദൈവം കൃപ നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വയനാടിൻ്റെ പ്രദേശത്തുണ്ടായ വലിയ ദുരന്തം നിമിത്തം അനേക ജീവിതങ്ങളെ നഷ്ടപ്പെട്ടു പോയി. അതിൽ ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും കണ്ടിരിക്കാം. അതൊക്കെ ദുഃഖമാണ്. ഈ രാജ്യത്തിൻ്റെ അവസ്ഥയും ഒരു പ്രത്യേക രീതിയിൽ കൂടെയാണ് പോകുന്നത്. ലോകം ഒരു ഭീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളുടെ പ്രത്യാശ വർദ്ധിക്കണം. നമ്മുടെ അരുമനാഥനായ കർത്താവ് വരും, നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കും എന്നുള്ള പ്രത്യാശയോടെ ഓരോ ദിവസവും ജീവിക്കണം. ശാരീരികമായ ക്ലേശത്തോടെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അല്പം ശാരീരികമായ വിടുതലൊക്കെ പ്രാപിച്ച് ആരാധനയ്ക്ക് വന്നവരുണ്ട്. എല്ലാവരെയും അനുഗ്രഹിപ്പാനും നമ്മുടെ ആരാധന ഏറ്റവും ദൈവസ്ഥല സുഗ്രാഹ്യമായി തീരുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമ്മൾ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിക്കുന്ന 2 പേർക്ക് സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാളും സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാളും പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മരുഭൂമി യാത്രയിൽ ഒരു പകൽക്കാലം കൂടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യ പദവിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെക്കാൾ ഹല്ലേലൂയ ശ്രേഷ്ഠന്മാര് പട്ടുപോയ ഒരു മരുഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നാൽ ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ഞങ്ങളാകുന്നത് അങ്ങയുടെ കൃപയാണ്. നിന്റെ ദയ ഞങ്ങളുടെ മേൽ തീർന്നു പോയില്ലല്ലോ കർത്താവേ. അതിനായി ഇന്ന് രാവിലെ
ഞങ്ങൾ നന്ദി കരേറ്റുന്നു. മരിച്ചവരും അവനതിൽ ഇറങ്ങിയവർക്കാർക്കും എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ ആമേൻ ജീവനുള്ളവരുടെ ദേശത്ത് ആമേൻ നീ ഞങ്ങളെ ജീവനോടെ പരിപാലിക്കുന്നത് അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാവിലെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളും നീക്കി ഇന്ന് രാവിലെ നിനക്ക് സുഗ്രാഹ്യമായ ഒരു യാഗം കഴിക്കുവാൻ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ ഏറ്റവും ആമേൻ ശ്രേഷ്ഠകരമായത് എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ അർപ്പിക്കുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഊനമുള്ള യാഗമല്ല, മുടന്തും ദീനമുള്ളതിനെ അല്ല. ഹല്ലേലൂയ. ഏറ്റവും ആമേൻ ഊനമില്ലാത്തത് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച ഹല്ലേലൂയ ആമേൻ ദൈവിക അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന രാപ്പകലാർക്കുന്ന എൻ്റെ കർത്താവിനെ സാധുക്കളായ ഞങ്ങൾ ഈ ഭൂമിയിലിരുന്ന് അപ്പാ നീ നലോപശാന്തലാദിന, നീ നല്ലവൻ, നീ വിശ്വസ്തൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ ഞങ്ങളുടെ അധരങ്ങളിൽ നീ അവിടുന്ന് ശക്തി പകർന്നതിന് നന്ദി കരേറ്റുന്ന കർത്താവേ. ഒരു യോഗ്യതയുമില്ലാതിരുന്ന അടിയങ്ങളെ പാപത്തിൽ വഴുതിക്കൊണ്ടിരുന്ന നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്ന ഇടത്ത് നിന്ന് പാതാള ഗോപുര ശക്തികളെ തകർത്ത് ആമേൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ചങ്ങലകളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് നിത്യരാജ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നതോർത്ത് നന്ദി കരേറ്റുന്നു കർത്താവേ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ആമേൻ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളാമെന്ന വാഗ്ദത്തം ചെയ്തവൻ്റെ വാക്കോർത്തുകൊണ്ട് ഈ നാളുകൾ അതിനെ ഹല്ലേലൂയ അധികമായി ഒരുങ്ങുവാൻ ലോക സംഭവങ്ങൾ കണ്ട് ഞങ്ങൾ മയങ്ങിപ്പോകാതെ ഉണർന്നിരിക്കുവാൻ കാഹളനാദത്തിനു വേണ്ടി കാതോർത്തിരിക്കുവാൻ കൃപ തരണമേ കർത്താവേ. ഈ ലോകത്തിൻ്റെ ചതിമോഹങ്ങളിൽപ്പെട്ട് ഞങ്ങളുടെ ഹൃദയം വഷളായി പോകാതെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് ഞങ്ങളുടെ ആരുടെ ഹൃദയം കർത്താവിൽ നിന്ന് മാറിപ്പോകാതെ ഞങ്ങളെ പരിപാലിക്കണമേ. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയുന്ന ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദുഷ്ടപിശാച് വിശ്വാസത്തിൽ നിന്ന് വചനത്തിൽ നിന്ന് അനേകരെ കോട്ടിമറിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ പത്യവചനത്തിൽ അടിയുറച്ച് ആമേൻ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ആമേൻ ശിശുക്കളെ പോലെ ഞങ്ങളാകാതെ വണ്ണം വചനത്തിൽ അടിസ്ഥാനമിട്ട് ഉറപ്പോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓരോ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ അവിടെ പരിപാലിച്ചല്ലോ, സഭയായി ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, നിന്റെ ദയയ്ക്കായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയല്ലോ. ഇന്ന് പകൽക്കാലം തന്ന കൂട്ടായ്മയ്ക്ക് സ്തോത്രം. ദാസന്മാരെ ശുശ്രൂഷിക്കുവാൻ ദൈവ അധികാരപ്പെടുത്തണമേ. ആത്മാവിന്റെ നിറവിൽ നിന്ന് ദൈവിക മർമ്മങ്ങൾ ഞങ്ങളോട് അറിയിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം കൈകരൽ ഫലമേൽപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണമേ. എൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വം അങ്ങ് തന്നെ എടുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നത് കേട്ടുത്തരമുള്ളമേ നാഥാ. ആമേൻ. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല ഭാഗ്യത്തിൻ്റെ പദവിക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ പിന്നെയും ജീവിപ്പിക്കുന്ന ദൈവമാണല്ലോ. കഴിഞ്ഞ നാടുകളിൽ കർത്താവേ ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും നീ ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നവർ, കഴിവുള്ളവർ, ജ്ഞാനികളായിരുന്നവർ, ബലവാന്മാരായിരുന്നവർ വിവിധങ്ങളായ വിഷയത്തിൻ്റെ ഹാലിലെ മുഖത്ത് ഭാരപ്പെടുമ്പോൾ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹാലിൽ
ഹാലലുയ്യ പ്രകൃതിയുടെ ഹാലലിയ ക്ഷോഭത്താൽ അനേകര് ഹാലലിയ വിധങ്ങളായ പ്രശ്നങ്ങളാൽ ആമീൻ അലഞ്ഞ് ആടി ഉണരുമ്പോൾ ഹാലലുയ്യ നീ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും വിടുതലിനും സൗഖ്യത്തിനും ആരോഗ്യത്തിനും ഒക്കെയുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ പകൽക്കാലം അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ്റെ കോണം ജീവനുള്ളവരുടെ ദേശത്ത് നീ ഞങ്ങളെ ശേഷിപ്പിച്ച അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ആമീൻ 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഈ പകൽക്കാലം ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ആരും കടന്നു വന്നതുപോലെയല്ല. ആമീൻ അനുഗ്രഹം പ്രാപിച്ചവരായി, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവരായി, ആമീൻ വലിയ കൃപ അനുഭവിച്ചവരായി, വിടുതൽ പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് ആമീൻ രാവിലെ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ ഞങ്ങളതിനെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകളെ നീ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. കൂട്ടിക്കൊണ്ടുവന്ന മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. രോഗികളായി, ക്ഷീണിതരായി, ബലഹീനരായി ഈ പകൽക്കാലം ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ആമീൻ അനുഗ്രഹം പ്രാപിച്ച് വിടുതലോടെ സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കടന്നു വരുവാൻ കഴിയാതെ വണ്ണം മറ്റിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സൂമിലൂടെയും ആമീൻ ഹാലലിയ പ്രയർ ലൈനിലൂടെയും ഒക്കെയുമായി ആരാധന സംബന്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ആവശ്യമുണ്ടായിരിക്കുന്നവരെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി പാർക്കുമ്പോൾ നീ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തയോട് അങ്ങയെ സ്നേഹിച്ച് സേവിച്ച് മഹത്വപ്പെടുത്തിയും അവിടുത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോക സംഭവങ്ങൾ അവിടുത്തെ വരവിനെ വിളിച്ചറിയിക്കുന്ന കർത്താവേ. അവിടുത്തെ കാലൊച്ച ഞങ്ങളുടെ കാതുകളിൽ ഹല്ലേലൂയ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കാലത്തെ എല്ലാ ശുശ്രൂഷകളും ആത്മാവിൻ്റെ നിറവിലായിരിക്കാൻ ഇടയാക്കണമേ. അങ്ങയുടെ ദാസന്മാരെ നീ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലമാക്കി തീർത്താട്ട് സകല മഹത്വത്തോടത്തേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നാം സങ്കീർത്തനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ജീവിത ക്ലേശങ്ങളാം വൻമേടുകൾ കാണുമ്പോൾ, ജീവിത ക്ലേശം വൻമേടുകൾ കാണുമ്പോൾ തെല്ലും താളെ ധൈര്യം വായിച്ച് ശക്തി പകർന്നിടേണ്ടേ. തെല്ലും ശക്തി പകർന്നിടേണ്ടേ. ഉണർവേൻ പ്രേപ്പ്. എല്ലാവരും ചേർന്ന് പാടാം. രാജാ വന്നിടേ. ഏഴാകലിൻ സഭയിൽ ഉണർവേൻ പ്രഭുവേ. നമ്മളെ 5-ാം സങ്കീർത്തനം നമ്മൾ ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 5 5-ാം സങ്കീർത്തനം നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരയണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല,
ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുകയൊക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തേണം. എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവിടെ വായിലൊട്ടും നേരില്ല. അവിടെ അന്തരംഗം നാശകൂപം തന്നെ. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്നപോ നീ അവനെ മറയ്ക്കും. ഇവിടെ അതിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെ ഇരിക്കാം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ സമയം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ട നിമിഷം മുതൽ ഞങ്ങളെ നീ സൂക്ഷിച്ചു. നിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ നിൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. ഈ സമയത്ത് കടന്നു വരാൻ കഴിയാത്തവരായ ഭവനങ്ങളിൽ മറ്റു സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുന്ന രോഗികളായിരിക്കുന്നവർ, ബലഹീനരായിരിക്കുന്നവർ, അവരെല്ലാവരെയും താങ്ങുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് രാവിലെ സമയം ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ ഈ ജനത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. അവരെ ഓരോരുത്തരുടെയും ആവശ്യം അറിഞ്ഞ് സഹായിപ്പാൻ ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലെ എല്ലാവരെയും സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. കർത്താവിൻ്റെ ധന്യനാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകി. അതിനായി സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങൾ നാട്ടിലായിരുന്ന നമ്മുടെ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ അക്സായുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയ മാതാപിതാക്കൾ, സഹോദരൻ, അവരൊക്കെയും കർത്താവ് കൊണ്ടുവന്നു. അവിടെ ചെന്നതായ സമയത്ത് അല്പം പ്രയാസം മാതാവിനുണ്ടായ സഭയായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രിയ മാതാവിനും ദൈവം വിടുതൽ നൽകി, ബലം നൽകി. നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകി. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട അനേകരും ഇന്ന് രാവിലെ സമയം ഇവിടെ ഇല്ല. മറ്റേ കമ്മിറ്റ്മെൻറ്റും മറ്റേ സ്ഥാനങ്ങളിൽ പോയിരിക്കുന്നതുകൊണ്ട് അവരെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് അവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു സന്തോഷിക്കുന്ന ഹൃദയം, ഹല്ലേലൂയ, നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവൻ്റെ കൃപയുടെ ബഹുത്വം ഓർത്ത് ദൈവം നമ്മളെ നടത്തുന്ന ഈ വാക്യം, അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ ഒത്തിരി പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാൻ മേല, അനേക പ്രാവശ്യം. നമ്മൾ എന്തുകൊണ്ടാണ് യഹോവയുടെ സന്നിധിയിൽ വരുന്നത്? ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. ആരാധനയാണ്. കാരണം ആ കൃപയുടെ ബഹുത്വം നമുക്ക് വേണ്ടി ദൈവം നൽകിയ ആ കൃപയുടെ മഹത്വം, അനേക ദിവസങ്ങൾ, അനേക നാളുകൾ കഷ്ടതയിലും പ്രയാസത്തിലും നമ്മൾക്ക് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കഴിയുമെന്ന് ഭാരപ്പെട്ട ആ സമയത്തും ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ നിങ്ങളോട് ഏറ്റവും നമുക്ക് മെഡിക്കൽ സയൻസിന് പ്രകാരം വളരെ പ്രയോജനകരമായ എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടാവുന്ന രാജ്യമാണ് ഈ രാജ്യം, അമേരിക്ക. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. നിങ്ങളുടെ ഏത് രോഗത്തിനും നിങ്ങൾ അവസാനം ദൈവസന്നിധിയിലൊന്ന് ഇരിക്കണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിലൊന്ന് നിങ്ങൾ ദൈവസന്നിധി ബലപ്പെടണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരും. കർത്താവ് തന്നെ സൗഖ്യമാക്കുന്ന ഒരു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി വെച്ച് പറഞ്ഞു, നീ ശീലോഹം കുളത്തിൽ പോയി കഴുകുക. കർത്താവിന് അതൊന്നും പുരട്ടാതെ അവനെ സൗഖ്യമാക്കാമായിരുന്നു.
അതുകൊണ്ട് പൂർണ്ണമായി രോഗശാന്തി വിശ്വസിക്കാത്ത അനേക വിശ്വാസികളുണ്ട്. രോഗശാന്തി വിശ്വസിക്കുന്നവരുണ്ട്. എന്ന് മരിച്ചാലും ഞാൻ ഒന്നും ചികിത്സ ചെയ്യത്തില്ല, ഞാൻ അതൊന്നും പറയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരുടെ അടുത്ത് പോയാലും, എത്ര ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് സ്പെഷ്യലിസ്റ്റ് പോയാലും, നിങ്ങൾ ദൈവത്തിലൊന്ന് ഇരുന്നാൽ മതി. ഇരുന്നൊന്ന് ഹൃദയം തകർന്നോ, വിടുതല. അതെനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ്. സ്തോത്രം, ഞാനത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഭാരമേറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വ്യത്യാസത്തോടെ എഴുന്നേൽക്കും. സ്തോത്രം. അതുപോലെ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാലൊന്നും എനിക്കൊരു പ്രയാസമില്ല, സന്തോഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന 1-2 വാക്യങ്ങളെ നിങ്ങൾ സത്യയിൽ കൊണ്ടുവരികയാണ്. ഇവിടെ 5-ാം വാക്യത്തിൽ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് പറയണേ, യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. അപ്പോൾ ദാവീദിന് നല്ലവണ്ണം അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. യഹോവയുടെ സാന്നിധ്യം അനുഭവിക്കാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ താൻ പറയും, യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ ചെവി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം തങ്കൽ ഏകാഗ്രചിതന്മാരായവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന, ആരാധന, അതൊക്കെ നാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. നമ്മൾ വാങ്ങിക്കുന്നതല്ല, കൊടുക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തോട് യാചിച്ച് വാങ്ങിക്കുന്നതുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആരാധന. നാം ദൈവത്തിൽ വരുമ്പോൾ നമുക്ക് അർഹിക്കാത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ, നമുക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. നമ്മൾ വളർത്തുന്ന അനേക പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, പശുക്കളുണ്ട്. അതിലൊക്കെ ഏറ്റവും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മൃഗം എന്താണ്? അത് പറഞ്ഞ് ശരിയാ. നിങ്ങൾ എത്ര ഉപദ്രവിച്ചാലും ഒരു നായ്ക്കുള്ള സ്നേഹം അത് വാല് വാട്ടിക്കൊണ്ട് വരും, എത്ര അടിച്ചാലും. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ഇവിടുത്തെ നാട്ടുകാരൊക്കെ മക്കളും ഒന്നും ഇല്ലാത്തവർ, അവരുടെ മക്കളായി പട്ടിയൊക്കെ. അങ്ങനെ അവരതുപോലെ സ്നേഹം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലുള്ളൊരു സ്നേഹം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടി ജീവൻ കൊടുത്തു? ഒരു വാക്യമുണ്ട്, അതെ, ഒരു വാക്യമുണ്ട്. ഇങ്ങനെ ഒരു വാക്യം നിങ്ങൾ ഓർക്കും, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും. എന്നാൽ ക്രിസ്തുവോ നമ്മൾ പാപികളായിരിക്കുമ്പോൾ. ഈ നീതിമാനെന്ന് പറഞ്ഞാൽ അവനൊന്നും നമ്മൾ പറയുന്ന പോലൊന്നും ചെയ്യത്തില്ല. നീതിയായതും സത്യമായതും ഒക്കെ ആ നീതിമാൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നീതിമാനു വേണ്ടി ആരും മരിക്കുകയില്ലാത്തത്. ആ മനുഷ്യൻ പറഞ്ഞാൽ ചെയ്യത്തില്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആൾ ചെയ്യത്തില്ല, തൻ്റെ ഹൃദയത്തിൽ ഇത് ശരിയല്ല ഞാൻ ചെയ്യുന്നത്, ആ മനുഷ്യൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നീതിമാനു വേണ്ടി ആരും മരിക്കുന്നത് താല്പര്യപ്പെടാത്തത്. ഗുണവാനു വേണ്ടി അവൻ ഗുണം ചെയ്യുന്നതല്ലേ നമ്മൾ മരിച്ചു കളയാം. എന്നാൽ നാമോ പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ആ സ്നേഹം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അർഹിക്കാത്ത ലഭിക്കുന്ന നന്മകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. ഇന്ന് രാവിലെ സമയം നമ്മുടെ കൂടെ ഒരു ദൈവദാസൻ ന്യൂജേഴ്സിയിൽ നിന്ന് ഇവിടെ വരാനായിട്ട് വളരെ ബദ്ധപ്പാടുകൾ ചെയ്തു. താൻ ഒരു ചെറിയ കാറ്റും ഒക്കെ വന്നുകൊണ്ട് ഫ്ലൈറ്റ് അങ്ങ് ഡിലേ ആക്കി. അത് കഴിഞ്ഞാൽ തനിക്കിവിടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് താൻ അവിടുന്ന് വേറെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഫിലദൽഫിയയിൽ അവിടെ ചെന്നപ്പോൾ അവിടെയും ഫ്ലൈറ്റ് ക്യാൻസലാക്കി. എന്നെ ഒരു 11 മണിയായപ്പം വിളിച്ച്, പാസ്റ്റർ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞു, അത് ഒന്നും വിഷമിക്കേണ്ട,
ദൈവത്തിന് ഇതിൽ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. അങ്ങനെ അങ്ങ് മാത്രം കരുതിയാൽ മതി. അപ്പോൾ നമ്മളുടെ നിരൂപണങ്ങളൊന്നുമല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വഴികളേക്കാൾ ഉന്നതമായ വഴിയാണ് ദൈവത്തിൻ്റെ വഴി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയം ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ടോട്ടൽ സങ്കീർത്തനം വായിക്കുമ്പോൾ ആദ്യമായി താൻ പറയുന്നത്, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കട യാചന കേൾക്കണമേ എന്ന് പറയുമ്പോൾ നിശ്ചയമായും ദുഃഖത്തിലാണ്. താൻ നിശ്ചയമായും ദുഃഖത്തിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായി പ്രാർത്ഥിപ്പാനിരുന്നു. വളരെ ഭാരത്തോടെ വിഷമിച്ച്, ഒരു വിധത്തിൽ പറഞ്ഞ ഒരു സങ്കടവും കഷ്ടതയൊക്കെ നേരത്തിന് ഞാൻ യബേസിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. ആ അമ്മയുടെ വാക്കിങ്ങനെയാണ്, ഞാൻ ഇവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അപ്പോൾ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ആ വ്യസനം ഒരുപക്ഷെ അവർ ആ കുടുംബം വലിയ കടത്തിലായി കാണാം. അവരുടെ മക്കളെ അല്ലെങ്കിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഈ മാതാവ് ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു കാണും. വിഷയമൊന്നും അവിടെ കാണുന്നില്ല. പക്ഷേ പറയാണ്, ഞാനിവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബേസ് എന്ന് പേരിട്ടു. എന്നാൽ യബേസ് ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ആ പ്രാർത്ഥന എന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. ദൈവമേ, നീ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണം, നീ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ എന്താണ് അടുത്ത വാക്യം? അതിര് വിസ്താരപ്പെടുത്തി നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന്. ഈ അനർത്ഥം എന്നൊരു അനർത്ഥം ഉണ്ടായി അവിടെ ആ ഭവനത്തിൽ. നിശ്ചയമായും അനർത്ഥമുണ്ട്. ആ അനർത്ഥം എന്താണെന്ന് ഇവിടെ വേദോസ്തി പറയുന്നില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ അമ്മ ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പറയാം വലിയ കടത്തിലായിരിക്കാം. അപ്പോൾ വളരെ ദുഃഖത്തോടെ ഈ കുഞ്ഞ് ജനിച്ചു, എൻ്റെ വയറ്റിലുണ്ടായി. ഈ കുഞ്ഞിനെ ജനിച്ച് ഞാൻ ദുഃഖത്തോടെയാണ് പ്രസവിച്ചത്, വ്യസനത്തോടെ പ്രസവിച്ച്. അതുകൊണ്ട് ഇവൻ്റെ പേര് യബ്ബേസ്. എന്നിട്ട് അവൻ അത് വെച്ച് പ്രാർത്ഥിയാൻ, എൻ്റെ ദൈവമേ, ഇതെനിക്ക് വ്യസനഹേതുമായി തീരല്ലേ, നീ എൻ്റെ അതിരെ ഒന്ന് വിസ്താരമാക്കണം എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം പ്രാർത്ഥിച്ചതിനെ അവൻ കൊടുത്തു. ആ പട്ടണം യബേസിൻ്റെ പേരിൽ അറിയപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഭാരമേറിയ ഏതെങ്കിലും വിഷയങ്ങൾ വന്നാലും ഹല്ലേലൂയ, ദൈവസന്നിധിയിലൊന്ന് ശാന്തമായിരുന്ന് ഒരു ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു സഭയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അവരന്ന് സയനിലാണ് താമസിക്കുന്നത്. മറ്റാരുമല്ല, പ്രവാചകൻ ജോയിച്ചനാണ്. നല്ല പ്രവാചകൻ. താൻ്റെ ജോലി നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യയുടെ ജോലി നഷ്ടപ്പെട്ടു, താനൊരു രോഗിയായി, ഇൻഷുറൻസ് ഒന്നുമില്ല. ഒരു രാത്രിയിൽ ഞാൻ കണക്ക് കൂട്ടി നോക്കി, ഇവർക്ക് 2 മാസത്തേനുള്ള അത് പരസ്യമായി പറയുന്നത് ശരിയായിട്ട് പറയുന്നില്ല, സഹായമായി ഞാൻ അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. നമ്മുടെ സഭയിലെ അല്ല, ഞങ്ങൾ 3-4 പേരിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. ആ പ്രിയ സഹോദരനെ ജോയിച്ചിനെ ദൈവം തൊട്ടു, തന്നെ ദൈവം സൗഖ്യമാക്കി, ഒരു വിടുതൽ കൊടുത്തു. അതിനുശേഷം തന്നെ പിറ്റേ ദിവസം ഭാര്യയ്ക്ക് അവിടെ ഒരു ജോലി. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഹൃദയം ഒന്ന് തകർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാണ്. ആ യബേസിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽക്കാലം അതാണ് നാം ഇന്ന് പകൽക്കാലം അങ്ങനെ അനുഭവിച്ചവരാ. അങ്ങനെ പ്രാർത്ഥിച്ച് അനുഭവം കിട്ടിയ അനേകരിവിടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ഹല്ലേലൂയ. 1 2 അല്ല, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ഹല്ലേലൂയ. നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. അതാണ് ആരാധന. ഹല്ലേലൂയ. ദൈവം ചെയ്ത കൃപകളെ ഓർത്ത് ദൈവസന്നിധിയിൽ വന്ന് ഭക്തിയോടെ ആരാധിക്കുന്ന അതാണ് യഥാർത്ഥമായ ആരാധന. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ആരാധന കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിനെ ചെയ്യുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഒരു പ്രവാചകൻ ദൈവം അവരെ അരുളപ്പാടുകൾ അറിയിക്കുന്നവരാണ്. പ്രത്യേക കൃപകൾ നൽകി. പ്രവചനം ഒരു ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ്. അപ്പോൾ അത് കേൾക്കാൻ, നമുക്ക് ദൂത് കേൾക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. എന്നാൽ ഓരോ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വ്യക്തിയോടും അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഇടം കൊടുക്കണം. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ പരിവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിങ്ങനെ പ്രവർത്തനത്തിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. എന്നാൽ അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നത് കേൾക്കട്ടെ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു ആരംഭം തൊട്ടേ അവസാനം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പിന്നെ നമ്മൾ ഓരോ 5 പുസ്തകങ്ങൾ, ആദ്യത്തെ പുസ്തകങ്ങൾ, പിന്നീട് വരുമ്പോൾ ഉള്ള പുസ്തകങ്ങൾ, ഇതിലൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേക അനുഭവങ്ങൾ പഴമകാലത്ത് പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. ദാവീദിൻ്റെ മേൽ വരുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ ആ ബാലസിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗിദെയോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഹല്ലേലൂയ. എന്ന പുതിയ കാലത്ത് ഹല്ലേലൂയ ആ സഹിയോൻ മാളിക മുറിയിൽ ഇരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. ഈ കൃപായുഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സഭയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് അതുപ്രകാരം മാത്രമേ മൂവ് ചെയ്തുള്ളൂ. സ്തോത്രം. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. സ്തോത്രം. നമുക്ക് ഈ ഭാഗം ഞാൻ ആദ്യമായി കുറിവാക്യമായി വായിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വാക്യങ്ങളാണ്. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ആശീർവാദം പറഞ്ഞ് ദൈവമക്കളെ പറഞ്ഞയക്കുന്നത് നമ്മളെപ്പോഴും കേട്ടതുകൊണ്ട് ചിലപ്പം മനസ്സിൽ തോന്നത്തില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ത്രിത്വം. അപ്പോൾ ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം കരുതുന്നത് അഗോചരമാണ്, അപ്രമേയമാണ്. ഒരു കണ്ണിനും ഒരു ഹൃദയത്തിലും തോന്നിയിട്ടല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, അത് ഈ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് അതൊരാളത്വമാണ്. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ അവനായിട്ടല്ലോ വീണ്ടെടുപ്പ് നാളിനായി നമ്മൾ മുദ്ര. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വകയാണെന്ന് രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നമ്മുടെ മേലൊരു ദൈവത്തിൻ്റെ മുദ്രയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്, അത് ദൈവത്തിൻ്റെ വകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രയേൽക്കപ്പെട്ട ചിലരെ കാണുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ നെറ്റുമേലും എൻ്റെ ദാസന്മാരുടെ നെറ്റുമേലും മുദ്ര ഏൽക്കപ്പെട്ടവരെ കാണുന്നുണ്ട്. അപ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഹല്ലേലൂയ യഥാർത്ഥമായ വീണ്ടും ജനനം പ്രാപിച്ചത്. ഇപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലർ പറയുക, ഓ ഇന്നയാളൊക്കെ അങ്ങ് പെന്തക്കോസ്തിൽ പോയി, ഞാനും അങ്ങ് പെന്തക്കോസ്തിൽ പോയി, അത് രക്ഷിക്കപ്പെട്ടവരല്ല, കൂടെ അങ്ങ് പോകുന്നെന്നുള്ളൂ. യഥാർത്ഥമായ വീണ്ടും ജനനം, ഒരു പാപബോധം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായി, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ആ കാൽവറിയിൽ മരിച്ചു എന്നുള്ള ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ്, പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ട് അറിയാൻ വരാം, ഒരാളെ രക്ഷിക്കപ്പെടുന്ന ദിവസം ഇന്നത്തെ പോലൊന്നുമല്ല, അവർ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റു നിന്നുകൊണ്ട് കണ്ണുനീരുകൾ ധാരധാരയായി വലിയ ക്രൂരന്മാരായ മനുഷ്യനെ കണ്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ടച്ച് ഉണ്ടായി കഴിയുമ്പോൾ അവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്. ഈ കാലത്ത് ചിരിച്ചുകൊണ്ടൊക്കെയാ അങ്ങ് അത് അങ്ങനെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യണ്ട. പക്ഷേ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച് വരുമ്പോൾ നമ്മുടെ അത് ഹൃദയത്തെ അത് തകർക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിനിത് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. അല്ല, ചിലർ പറയൂടാ, കൊച്ചാ നീ 10-18 വയസ്സായി, നീ സ്നാനപ്പെടെ. അത് അമ്മയുടെ അപ്പൻ്റെയും നിർമ്മത്വത്തോട് ആരെങ്കിലും ചെയ്യുന്നത്, അതൊന്നും യഥാർത്ഥമായ മാനസാന്തരമല്ല. കല്യാണം കഴിക്കേണ്ടത് നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ, ഇതിപ്പം ഞാൻ എപ്പം നോക്കിയാൽ എല്ലാവരും ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്നൊക്കെ അങ്ങ് ഇടുന്ന കല്യാണത്തിൻ്റെ ഇട്ടേക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം പോലും പലരും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, യഥാർത്ഥമായ ഒരു പരിശുദ്ധാത്മാവ് ഒരു പാപിക്ക് ചെയ്യുന്നത്, അവൻ പാപിയാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുന്ന ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ആണ് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഞാൻ പാപിയാണ്, എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതായ ഏറ്റുപറയ. ഹല്ലേലൂയ. എന്നാൽ ഈ പരിശുദ്ധാത്മ വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയാണെന്നറിയാമോ? എന്താണ്? നമ്മുടെ സകല സത്യത്തിലും, താങ്ക് യു തമ്പി പറ, സകല സത്യത്തിലും ഈ പരിശുദ്ധാത്മാവെ നമ്മളെ വഴി നടത്തും, നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഞാനൊരു കാര്യം പറയും, ഈ പ്രായമാകുമ്പോഴൊക്കെ നമ്മുടെ ഒരു ചിന്ത വരും, ഞാൻ ഒത്തിരി പ്രായമായി, വയസ്സിയായി, അങ്ങനെ ചിന്ത മനസ്സിൽ ഒരിക്കലും വരല് കേട്ടോ. ഞാനിപ്പോഴും യൗവനക്കാരനാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഞാനങ്ങ് തളർന്ന് ബെഡേ കയറി കിടക്കല്ലോ, വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നോണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ഓരോ പാട്ടൊക്കെ അങ്ങ് പാടണം. നിങ്ങൾ കുതിര ചാടുന്ന പോലെ ചാടി എഴുന്നേക്കും. ഹല്ലേലൂയ. അല്ലേ പിന്നെ എനിക്കൊരു ഗുണവും ഇല്ല, എനിക്കൊരു ബലവും ഇല്ലെന്ന് പറഞ്ഞിരുന്നാൽ പിശാച് നിങ്ങളെ പിന്നെയും അമർത്തും. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ ബാല്യക്കാർ ക്ഷീണിച്ച് നടന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഹല്ലേലൂയ, ഒന്നാമതായിട്ട് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തും. ഹല്ലേലൂയ. നമുക്ക് ദിവസം തോറും ദൈവം നമുക്ക് ബലം തരും. ഹല്ലേലൂയ. നമ്മുടെ ഓർമ്മപ്പെടുത്തും, വഴി ഇതാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഈ ദിവസങ്ങളിലെ നമ്മൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെ ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് ചൂടാകും. അങ്ങനെയുള്ളവരെ ഒരു വലിയ കുഴപ്പക്കാരല്ല, പെട്ടെന്ന് ചൂടായിച്ച് അവർ പെട്ടെന്ന് തണുക്കുന്നവരെ. ചിലർ ഒന്നും ചൂടാത്തൊന്നുമില്ല, അവരിങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ യഥാർത്ഥമായൊരു കോപമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവനെ ഒരു ദൈവാത്മാവുള്ളവനാണ്, അവൻ അനുദപിക്കും പോയിരുന്നുകൊണ്ട്. അന്നേരം പിന്നെ നമ്മുടെ ഒരു പുരുഷനല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം വിടുന്നില്ല, ഞാൻ വിട്ടുകൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും അവൻ പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെ കാറെ കയറി കഴിയുമ്പോൾ, ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്കത് എന്നിൽ നിന്ന് അത് സംഭവിക്കരുതായിരുന്നു എന്നതാരാ നമ്മളെ ഓർപ്പിക്കുന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോഴും, കർത്താവ് പറഞ്ഞ് നിങ്ങളോടുകൂടി എപ്പോഴും ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. നമ്മളെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമായ ആലോചന തരും. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ പൗലൂസ് പറയാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങളെ സമ്മതിച്ചില്ല. അവർ മിഷണറി യാത്രയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ എല്ലാ കാര്യവും ചെയ്തു. ഒരുക്കത്തോടെ ചെയ്തു കഴിഞ്ഞ് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. അപ്പോൾ അവർ ദർശനത്തിൽ കാണാൻ ഇതാ ഒരു മാസിഡോണിയക്കാരനായ ഒരുത്തിൽ നിന്ന് വന്ന് ദർശനത്തിൽ പറയാണ്, ഞങ്ങൾ വന്ന് സഹായിക്കാം, ഞങ്ങളെ. അപ്പോൾ താൻ യാത്ര ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും അവരുദ്ദേശിച്ച പോലെയുള്ളതായ കാര്യമല്ല. സ്തോത്രം. അവിടെ സംഭവിച്ചത്, അന്ന് രാത്രി ജയിലിൽ കിടക്കേണ്ടി വന്നു. രണ്ടാം ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അവിടെയും സംഭവിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നടത്തി. ഞാൻ സുവിശേഷത്തെക്കുറിച്ച്, ഞാൻ പൗലൂസിൻ്റെ ആ ദാഹം, താൻ അവിടെ ചെന്ന് ഫിലിപ്പിയ പട്ടണത്തിൽ, അന്നത്തെ ഏറ്റവും വലിയൊരു തുറമുഖ പട്ടണമാണ് ഈ ഷിക്കാഗോ പോലെ. അമേരിക്കയിലെ ഈ ഭാഗത്ത് മിഡ് വെസ്റ്റിലെ ഏറ്റവും ഒരു മനോഹരമായ സ്ഥലമാണ് ഷിക്കാഗോ. നമുക്കുള്ള അന്ന് ആദ്യകാലങ്ങളിലൊക്കെ ഈ ഷിപ്പിലൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾ വരുന്നത്. പിന്നെ ആ പ്ലെയിൻ കാർഗോയിലൊക്കെ വരാൻ തുടങ്ങിയത്. ഇവിടെ ഷിപ്പ് യാർഡ് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ സ്റ്റീൽ കമ്പനികളൊക്കെ ഇതെല്ലാം നദീമുഖ തീരത്താണ്. അന്നത്തെ എല്ലാ വ്യാപാരങ്ങളും ഈ വെള്ളത്തിൽ കൂടെയുള്ള യാത്രയാണ്. അവരിങ്ങനെ പുഴവക്കത്ത് ഇങ്ങനെ ഒരു കച്ചവട സ്ഥലമാണല്ലോ അവിടെ നിൽക്കുമ്പോൾ, അവിടെയും പറയുന്നത്, എവിടെയൊന്ന് പോയി സുവിശേഷം ഒന്ന് പ്രസംഗിക്കാതെ നോക്കുമ്പോൾ ആദ്യമായി യൂറോപ്പിൽ രക്ഷിക്കപ്പെട്ട ആ ലിദിയ എന്ന ആ സഹോദരി, ഹല്ലേലൂയ, ആ സുവിശേഷം കേട്ടു. എന്നാൽ ആ സമയത്ത് വേറൊരു വ്യക്തി ഇവരുടെ പുറകെ നടന്നുകൊണ്ട് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഇവർ എന്നതാണ്? രക്ഷാമാർഗമാണ് അറിയിക്കുന്നത്. നമുക്കൊരു ഇതാണ് വിവേചന ശക്തിയും ഇത് തിരിച്ചറിയാനുള്ള കഴിവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മളൊക്കെയാണെങ്കിൽ പറയാം, നല്ല സാക്ഷിയാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. എന്തൊരു നല്ല, ആ പെൺകുട്ടി പറയുന്നത്, അവൾക്ക് ഒന്നും നമ്മളെക്കുറിച്ച് അറിയാൻ മേലേലും എന്തൊരു നല്ലതായിട്ട് അവൾ പറയുന്നത്. അവിടെ പിശാച് ബാധിച്ചാണ് പറയുന്നത്. 2-3 പ്രാവശ്യമായപ്പോൾ താൻ മുഷിഞ്ഞു. അവളെ മേലുള്ള പിശാചിനെ വിട്ടുപോകാനായിട്ട് ശാസിച്ചു. അപ്പോൾ അധികാരത്തോടെ പിശാചിനെ ശാസിപ്പാൻ അധികാരമുണ്ട്. അതിൻ്റെ പരിണിതപരമായിട്ട് എന്താ സംഭവിച്ചത്? ജയിലിലടക്കപ്പെട്ടു. പക്ഷേ അത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി തീർന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി ഫിലിപ്പിയൻ ജയിലർ, ഹല്ലേലൂയ, കുടുംബമായി, ഹല്ലേലൂയ, അവരാണ് ഇങ്ങനെ സമുദായ സഭകൾ പറയുന്നത്, കുടുംബമായി സ്നാനപ്പെട്ടു. അപ്പോൾ കുടുംബമായി അവിടെ പിള്ളേരും ഇല്ലായിരുന്നോ എന്നൊക്കെ ആദ്യം അങ്ങനെ വചനത്തിലൊന്നും എഴുതിയിട്ടില്ല. പ്രായമുള്ളവരാണോ ചെറുതാണോ അതൊക്കെ ചെറിയ കുടുക്ക് ചോദ്യങ്ങളൊക്കെ നമ്മളെ ചെയ്യാൻ ചോദിക്കുന്നതാണ്. അന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി, ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം ഫിലിപ്പിയിലെ ജയിലിൽ നടന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ആ ഫിലിപ്പിയിലെ ജയിലിലേക്ക് അന്ന് രാത്രി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അതിൻ്റെ അടിസ്ഥാനം കുലുങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ കരമാണ്. അവിടെ കയ്യിലെ ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഹല്ലേലൂയ, നമ്മുടെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മളൊക്കെ ആലോചനക്കാരനായി നമുക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും. ദൈവം സംസാരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെയാണ് നമ്മളോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ് ഇടപെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദൈവമക്കളും ഒന്ന് പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ദിവസവും ഒരു പുതിയ അനുഭവത്തിലേക്ക്. ബാല്യക്കാർ ക്ഷീണിച്ച് നടന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ ചില സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയാത്ത അവസ്ഥ, എത്ര ശക്തനാണെങ്കിലും ഒരു പ്രാർത്ഥിപ്പാൻ കഴിയാത്ത അവസ്ഥയിലായി പോകുന്ന സമയമുണ്ട്. ആ സമയത്തെ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമുക്ക് ആവശ്യമായ കൃപ ദൈവം തരും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും, നമുക്ക് ആവശ്യമായ ആലോചന തരും. അതാ പറയുക, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും. അത് നമ്മൾക്ക് ഉപദേശിച്ച് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും. പിന്നത്തേതിൽ ദൈവത്തിൻ്റെ ആലോചനയാൽ നടത്തപ്പെടുന്നവരെ പിന്നത്തേതിൽ മഹത്വത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. ഓരോ ദിവസവും ദൈവശബ്ദം കേട്ട് ദൈവഹിതം അറിഞ്ഞ് ഞാൻ എൻ്റെ ട്രാക്ക് ശരിയായ രീതിയിലാണോ എന്ന് നോക്കിയെങ്കിൽ നിങ്ങളൊക്കെ ഓട്ടത്തിൽ ഓടിയവരാണ്. ഞാൻ ഓടി തോറ്റവരാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓടാൻ നമ്മുടെ ചുമ്മാ കൂടുമായിരുന്നു, പക്ഷേ ഏറ്റവും പുറകിലായിരിക്കും ഞാൻ. ട്രാക്കിൽ കൂടെ ഓടണം. ആ ട്രാക്ക് വിട്ട് പോയി കഴിഞ്ഞാൽ അന്നേരം നമ്മളെ പിടിച്ച് മാറ്റും. ഒരു വിസിലടിക്കുന്നതൊക്കെ മാറിക്കോളാൻ പറയും എന്ന് പറഞ്ഞാൽ ട്രാക്കിൽ കൂടെ ആയിരിക്കണം നമ്മുടെ ഓട്ടം. അത് ഈ ട്രാക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം സേവിച്ച് നമ്മുടെ ദൈവം വിളിച്ചത് വേർതിരിച്ചത് എന്തിനുമെന്നറിയാമോ? തൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ. തൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാക്കേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ മുൻനിയമിച്ചിരുന്നു. ആ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ അത് വേർപിരിക്കരുത്. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും, അതുകൊണ്ടാണല്ലോ നമ്മുടെ പിതാക്കന്മാരൊക്കെയും കഷ്ടതയിൽ അവരുടെ അനേക നഷ്ടങ്ങൾ വന്നിട്ട് അവർക്ക് ലഭിക്കേണ്ട നന്മകളെല്ലാം അവരതെല്ലാം കളഞ്ഞു. പറയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ചില പ്രിയപ്പെട്ടവർ എന്നെ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കയറി പറയാതെ അത് മുഴുവൻ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ ഒരു മറുപടി പറയാൻ സാധിക്കും ഈ ക്വസ്റ്റ്യന്. അന്നേരത്തിൽ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ പ്രയാസത്തിന് അവർക്കൊന്നതിനൊരു സമാധാനം ദൈവം കൊടുക്കും. അതാണ് ദൈവിക സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ദൈവമക്കളെ, ഞാനും നിങ്ങളൊക്കെ ഓരോ ഭാരങ്ങൾ കൂടി ഓടിപ്പോകുന്നതാണ്. ഇതെല്ലാം മാറി നമ്മൾ നിത്യതയിൽ എത്തിച്ചേരും. അത് ഇനി അടുത്തിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ദിനംതോറും നമ്മുടെ